Hi, this is GB Sebastian. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഏലിയൻ ഹാൻഡ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ലെസൻ്റെ 2ാമത്തെ പാർട്ട്, ലാസ്റ്റ് പാർട്ടാണിത്. 4ാമത്തെ ലെസൻ്റെ പേര് ദ കോപ്പ് ആൻഡ് ദ ആന്തം എന്നാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി നോക്കി. ഇതതിൻ്റെ കണ്ടിന്യൂവേഷൻ. ആ പാർട്ടിൽ സോപ്പി എന്ന കഥാപാത്രത്തെയാണ് നമ്മൾ കണ്ടത്. സോപ്പിക്ക് വിൻ്റർ സീസൺ വരുമ്പോൾ ആ വിൻ്ററിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, സ്വയം രക്ഷിക്കാനായിട്ട് ഒരു അഭയമില്ല, താമസിക്കാനൊരു സ്ഥലമില്ല, ഒരു ജോലിയോ താമസിക്കാൻ സ്ഥലമോ ഒന്നുമില്ലാത്ത, വീടോ ഒന്നുമില്ലാത്ത ആളാണ് സോപ്പി. സോപ്പി ഒരു ഐഡിയ കണ്ടെത്തുന്നത് അവിടെ ഒരു ഐലൻഡിലെ ഒരു പ്രിസണിൽ ഒരു 3 മാസം എന്തെങ്കിലും കുറ്റം ചെയ്ത് പോലീസ് പിടിച്ച് അവിടെ ഒരു 3 മാസത്തോളം ആ ജയിലിനുള്ളിൽ താമസിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോലീസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും, നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമങ്ങളെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സോപ്പി. അപ്പോൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പൈസ ഇല്ല എന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അപ്പോൾ പോലീസിനെ വിളിക്കും, പോലീസ് പിടിക്കും. അപ്പോൾ ജഡ്ജി ജയിലിലോട്ട് വിടും. അതായിരുന്നു ഒരു പ്ലാൻ. പക്ഷേ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ സോപ്പീൻ്റെ കാലിൽ കിടക്കുന്ന ഷൂസ് പൊട്ടിയതാണ്. നല്ല വേഷമായിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ വെയിറ്റർ ഈ സോപ്പിയെ അവിടെ നിന്ന് പുറത്താക്കും. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. പിന്നെ എന്താ ചെയ്യാൻ പോകണം സോപ്പിന്ന്. അറ്റ് എ കോർണർ ഓഫ് 6th Avenue വാസ് എ ഷോപ്പ് വിത്ത് എ വൈഡ് ഗ്ലാസ് വിൻഡോ. അവിടെ ഈ 6th Avenueൻ്റെ കോർണറിൽ സ്ഥലമാണത്. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. വൈഡ് ഗ്ലാസ് വിൻഡോ, വളരെ വീതിയുള്ള ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു. ബ്രൈറ്റ് വിത്ത് ഇലക്ട്രിക് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കടയായിരുന്നു അത്. സോപ്പി പിക്ഡ് അപ്പ് എ ബിഗ് സ്റ്റോൺ ആൻഡ് ത്രൂ ഇറ്റ് ത്രൂ ദ ഗ്ലാസ്. സോപ്പി എന്ത് ചെയ്തു? ഒരു വലിയൊരു കല്ലെടുത്തിട്ട് എറിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഗ്ലാസ് പൊട്ടി. പീപ്പിൾ കെയിം റണ്ണിങ് അറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടി. കോപ്പ് വാസ് ദ ഫസ്റ്റ് എമംഗ് ദം. അതിൽ ഓടിക്കൂടിയതിൽ ഏറ്റവും ആദ്യം ഓടി വന്നത് ആരായിരുന്നു? ഒരു പോലീസുകാരനായിരുന്നു. സോപ്പി സ്റ്റുഡ് സ്റ്റിൽ. സോപ്പി അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. ആൻഡ് ഹീ സ്മൈൽഡ് വെൻ ഹീ സോ ദ കോപ്പ്. ആ പോലീസുകാരനെ കണ്ടപ്പോൾ സോപ്പി അങ്ങനെ അനങ്ങാതെ നിന്ന് ചിരിച്ചു. എന്നിട്ട് "Where's the man that did that?" asked the cop. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, where is the man that did that? എവിടെയാണ് അത് ചെയ്ത ആ മനുഷ്യൻ? എവിടെ? ആ ഗ്ലാസ് പൊട്ടിച്ച മനുഷ്യൻ എവിടെ? "Don't you think that I might have done it?" said സോപ്പി. അപ്പോൾ സോപ്പി പറഞ്ഞു, "Don't you think that I might have done it?" അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ ചെയ്തിരിക്കുന്നു, ഞാനായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് സോപ്പി ചോദിച്ചു. ഹി വാസ് ഫ്രണ്ട്ലി ആൻഡ് ഹാപ്പി. പോലീസുകാരൻ ഹി വാസ് ഫ്രണ്ട്ലി ആൻഡ് ഹാപ്പി ദാറ്റ് ഹി വാണ്ടഡ് വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം. വാട്ട് ഹി വാണ്ടഡ് വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം. അപ്പോൾ അയാൾക്ക്, ഈ സോപ്പിക്ക് സന്തോഷമായി. സോപ്പി എന്താ വിചാരിക്കുന്നത്? ഒരു പോലീസുകാരൻ വന്ന് ഇയാളെ പിടിക്കണം. അപ്പോൾ അതായിരുന്നു സോപ്പി ആഗ്രഹിച്ചത്. അപ്പോൾ സോപ്പിക്ക് ഭയങ്കര സന്തോഷമായി. അത് പോലീസുകാരൻ വരുന്നു, എന്നെ പിടിക്കും, ഇനി ആ ജഡ്ജി എടുത്ത് കൊണ്ടുപോകും, ജഡ്ജി എന്നെ ജയിലിലിടും. അപ്പോൾ ഹി വാണ്ടഡ് വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം. സോപ്പി വിചാരിച്ചത്, സോപ്പിക്ക് ആവശ്യമുള്ള എന്തായിരുന്നു അത് സോപ്പിയുടെ അടുത്തോട്ട് തന്നെ വരികയാണ്. ബട്ട് ദ കോപ്സ് മൈൻഡ് വുഡ് നോട്ട് കൺസിഡർ സോപ്പി. ആ പോലീസുകാരൻ്റെ മനസ്സ്, പോലീസുകാരൻ ഒരിക്കലും വിചാരിച്ചില്ല സോപ്പി ആയിരിക്കും അങ്ങനെ ചെയ്തതെന്ന്. Men who break windows do not stop there to talk to cops. അപ്പോൾ പോലീസുകാരൻ എന്താ വിചാരിച്ചത്?
വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇങ്ങനെ ഈ വിൻഡോ പൊട്ടിച്ചത്, ഗ്ലാസ് പൊട്ടിച്ചത്, അവരൊരിക്കലും അവിടെ നിന്നിട്ട് അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ പോലീസുകാരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. ദേ റൺ അവേ ആസ് ഫാസ്റ്റ് ആസ് ദേ ക്യാൻ. അപ്പോൾ യൂഷ്വലി അവരെന്ത് ചെയ്യും? അവർ പൊട്ടിച്ചിട്ട് ഓടിപ്പോവും. എത്ര എത്ര വേഗത്തിൽ ഓടാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഓടിപ്പോവും. ദ കോപ്പ് സോ എ മാൻ ഫർദർ അലോങ് ദ സ്ട്രീറ്റ് റണ്ണിങ്. അപ്പോൾ ആ പോലീസുകാരൻ ആ സ്ട്രീറ്റിന് തന്നെ കുറച്ച് അപ്പുറം മാറി വേറൊരു മനുഷ്യൻ ഓടുന്നത് കണ്ടു. ഹി റാൻ ആഫ്റ്റർ ഹിം. ആ പോലീസുകാരൻ അയാളുടെ പുറകെ ഓടി. ആൻഡ് സോപ്പി, സിക്ക് അറ്റ് ഹാർട്ട്, വാക്ക്ഡ് സ്ലോലി അവേ. അപ്പോൾ സോപ്പി എന്ത് ചെയ്തു? സിക്ക് അറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡായി, നിരാശനായിട്ട് മെല്ലെ അവിടെ നിന്ന് നടന്നുപോയി. ആൻഡ് ഹീ ഹാഡ് ഫെയിൽഡ് 2 times. രണ്ടാമത്തെ പ്രാവശ്യവും ഈ സോപ്പി തോറ്റു. ഒരു അറ്റംപ്റ്റ് ചെയ്തതാണ്. എന്തിന്? പോലീസുകാരൻ വന്ന് പിടിക്കണം, എന്നിട്ട് ജയിലിൽ കൊണ്ടുവരണം, അതിനു വേണ്ടി ചെയ്തായിരുന്നു. ഈ രണ്ടാമത്തെ പ്രാവശ്യവും പോലീസുകാരൻ പിടിച്ചില്ല സോപ്പിയെ. അക്രോസ് ദ സ്ട്രീറ്റ് വാസ് അനദർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ തന്നെ അപ്പുറവശത്ത് ഒരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് സോ ഫൈൻ ആസ് ദ വൺ ഓൺ ബ്രോഡ്വേ. ആ ബ്രോഡ്വേയിൽ ഉണ്ടായിരുന്ന അത്ര നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നില്ല അത്. പീപ്പിൾ ഹൂ വെൻ ദേ വെർ നോട്ട് സോ റിച്ച്. ഇവിടെ പോകുന്ന ഈ റെസ്റ്റോറൻറ്റിൽ പോകുന്ന ആൾക്കാർ അത്ര റിച്ച് ആയിരുന്നില്ല, അത്ര പണക്കാരായില്ല. ഇറ്റ്സ് ഫുഡ് വാസ് നോട്ട് സോ ഗുഡ്. അവിടുത്തെ ഭക്ഷണവും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഇൻ ടു ദിസ് സോപ്പി ടുക്ക് ഹിസ് ഓൾഡ് ഷൂസ് ആൻഡ് ഹിസ് ടോൺ ക്ലോത്ത്സ് ആൻഡ് നോ വൺ സ്റ്റോപ്ഡ് ഹിം. അപ്പോൾ ആ സോപ്പി എന്ത് ചെയ്തു? സോപ്പി ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ അതിനുള്ളിലോട്ട് കയറിപ്പോയി. നോ വൺ സ്റ്റോപ്ഡ് ഹിം. ആരും ഈ സോപ്പിയെ തടഞ്ഞില്ല. ഹി സാറ്റ് ഡൗൺ അറ്റ് എ ടേബിൾ ആൻഡ് വാസ് സൂൺ ഈറ്റിംഗ് എ ബിഗ് ഡിന്നർ. അപ്പോൾ ഒരു ടേബിളിൽ പോയിരുന്നു ആൻഡ് വാസ് സൂൺ ഈറ്റിംഗ് എ ബിഗ് ഡിന്നർ. എന്നിട്ട് വലിയൊരു ഡിന്നർ കഴിച്ചു. വെൻ ഹി ഹാഡ് ഫിനിഷ്ഡ് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് നോ മണി. അപ്പോൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പോൾ സോപ്പി പറഞ്ഞു സോപ്പിൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. ഗെറ്റ് ബിസി ആൻഡ് കോൾ എ കോപ്പ് സെഡ് സോപ്പി. എന്നിട്ട് സോപ്പി പറയാണ് ഗെറ്റ് ബിസി, പെട്ടെന്ന് തന്നെ ഒരു പോലീസുകാരനെ വിളിക്കൂ, കോൾ എ കോപ്പ്, ഒരു പോലീസുകാരനെ വിളിക്കൂ സെഡ് സോപ്പി. ആൻഡ് ഡോണ്ട് കീപ്പ് എ ജെൻറ്റിൽമാൻ വെയിറ്റിംഗ്. എന്നെ ഒരു ജെൻറ്റിൽമാനായി എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, വേഗം തന്നെ വിളിക്കൂ, ഒരു കോപ്പിനെ വിളിക്കൂ, ഒരു പോലീസിനെ വിളിക്കൂ. നോ കോപ്പ് ഫോർ യു സെഡ് ദ വെയിറ്റർ. വെയിറ്റർ പറഞ്ഞു എനിക്ക് ഒരു പോലീസുകാരനെ ഞങ്ങൾ വിളിക്കാൻ പോകുന്നില്ല. ഹീ കോൾഡ് അനദർ വെയിറ്റർ. വേറൊരു വെയിറ്ററിനെയും കൊണ്ട് വിളിച്ചു. ദ 2 waiters threw soapy upon his left ear on the hard street outside. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സോപ്പിനെ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു, അതായത് പുറത്തോട്ട് കൊണ്ടുവന്നു. ആൻഡ് ഹീ സ്റ്റൂഡ് അപ്പ് സ്ലോലി. എന്നിട്ട് അങ്ങോട്ട് തള്ളിയിട്ടപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അയാൾ സോപ്പി മെല്ലെ എന്ന് എണീറ്റു സ്ലോലി and one part at a time and beat the dust from his clothes. അപ്പോൾ മെല്ലെ ഓരോരോ ഭാഗമായിട്ട് അയാൾ എണീറ്റു ആൻഡ് ബീറ്റ് ദ ഡസ്റ്റ് ഫ്രം ഹിസ് ക്ലോത്ത്സ്. ക്ലോത്ത്സിൽ തുണിയിൽ പറ്റിയ ഡസ്റ്റൊക്കെ തട്ടിക്കളഞ്ഞു. പ്രിസൺ സീംഡ് ഓൺലി എ ഹാപ്പി ഡ്രീം. എന്നിട്ട് ഇപ്പോഴും ആ പ്രിസണിലോട്ട് പോകണം, ജയിലിലോട്ട് പോകണം എന്നാണ് ഈ സോപ്പി വിചാരിച്ചത്. അത് വിചാരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യവും അവർ പോലീസിനെ വിളിച്ചില്ല, അവർ തന്നെ ഇയാളെ എടുത്തു പുറത്തെറിഞ്ഞു. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് സോപ്പി ക്ലോത്തിൽ പറ്റിയ, അതായത് ഡ്രസ്സിൽ പറ്റിയ ഈ ഡസ്റ്റെല്ലാം തുടച്ച് കളഞ്ഞു. പ്രിസൺ സീംഡ് ഓൺലി എ ഹാപ്പി ഡ്രീം. അപ്പോൾ ഇപ്പോഴും ആ ജയിലെന്ന് പറയുന്നത് ഇയാളുടെ ഒരു ഡ്രീമിൽ മാത്രമായി. ആ ജയിലിലോട്ട് എത്താൻ പറ്റിയില്ല. ദ ഐലൻഡ് സീംഡ് വെരി ഫാർ അവേ. ഐലൻഡ് ബ്ലാക്ക്വെൽ ഐലൻഡ് ആയിരുന്നു. ആ ഐലൻഡിലാണ് ഈ പ്രിസൺ ഉള്ളത്. അത് ഇനിയും അവിടേക്ക് എത്താൻ പറ്റിയില്ല സോപ്പിക്ക്. അതും ആ ഐലൻഡ് ഇപ്പോഴും വളരെ ദൂരെ തന്നെയാണ്. അതായത് എത്താൻ പറ്റിയില്ല അങ്ങോട്ട്. പോലീസുകാർ അറസ്റ്റ് ചെയ്തില്ല, പിടിച്ചുകൊണ്ട് പോയില്ല. അതുകൊണ്ട് അവിടേക്ക് എത്താൻ പറ്റിയില്ല എപ്പോഴും. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റും കൂടി ഫെയിലായി. A cop who was standing near laughed and walked away.
ഒരു പോലീസുകാരൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അയാൾ നടന്നുപോയി. സോപ്പി സ്റ്റാർട്ടഡ് മൂവിങ് അഗെയിൻ. സോപ്പി പിന്നെയും നടക്കാൻ തുടങ്ങി. വെൻ ഹി സ്റ്റോപ്ഡ് ഹി വാസ് നിയർ സെവറൽ തിയേറ്റേഴ്സ്. ഒരുപാട് തിയേറ്റേഴ്സ് ഉള്ള ആ സ്ഥലത്ത് പോയിട്ടാണ് പിന്നെ സോപ്പി നിന്നത്. In this part of the city, streets are brighter and hearts are more joyful than the other parts. മറ്റുള്ള സിറ്റിയിലെ പാർട്സിനെക്കാട്ടിലും ഈ സ്ഥലത്ത് സ്ട്രീറ്റുകൾ കുറച്ചും കൂടി ബ്രൈറ്റാണ്, നല്ല വെളിച്ചങ്ങളുണ്ട്. ഹാർട്ട്സ് ആർ മോർ ജോയ്ഫുൾ. ആൾക്കാരുടെ മനസ്സുകൾ കുറേയും കൂടി നല്ല ഹാപ്പിയാണ് ആൾക്കാർ. വുമൻ ആൻഡ് മെൻ ഇൻ റിച്ച് കോട്ട്സ് മൂവ്ഡ് ഹാപ്പിലി ഇൻ ദ വിൻ്റർ എയർ. സ്ത്രീകളും പുരുഷന്മാരൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള കോട്ടൊക്കെ ഇട്ട് അവിടെ ആ വിൻ്റർ എയറിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സഡൻ ഫിയർ കോട്ട് സോപ്പി. പെട്ടെന്ന് ഒരു പേടി തോന്നി സോപ്പിക്ക്. നോ കോപ്പ് വാസ് ഗോയിങ് ടു അറസ്റ്റ് ഹിം. അപ്പോൾ എന്നിട്ട് സോപ്പിക്ക് തോന്നി ഒരു പോലീസുകാരൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സോപ്പി കുറച്ച് ഡിസപ്പോയിൻറ്റഡായി. അപ്പോൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജയിലിൽ പോകാൻ പറ്റില്ല. ജയിലിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ തണുപ്പ് കാലത്ത് എവിടെയും ഇയാൾക്ക് അഭയം കിട്ടില്ല. അപ്പോൾ സോപ്പി ട്രൈസ് ഈസ് ലക്ക് ട്വൈസ് അഗെയിൻ. പിന്നെയും ഒരു 2 പ്രാവശ്യം കൂടി സോപ്പി ലക്ക് ട്രൈ ചെയ്യാൻ നോക്കുന്നു. ബട്ട് കോപ്സ് റിമെയിൻസ് ഇൻഡിഫറൻറ്റ് ആസ് എവർ. 2 പ്രാവശ്യം കൂടി അങ്ങനെ ട്രൈ ചെയ്തു പോലീസ് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പോലീസ് പിടിച്ചില്ല. സോപ്പി ഈസ് സഡൻലി റിമൈൻഡഡ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ഹോം ആൻഡ് മദർ ആൻഡ് റിസോൾവ്സ് ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്. ഇതിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോപ്പിക്ക് ചൈൽഡ്ഹുഡ്, അയാളുടെ ചെറുതായിരുന്നപ്പോൾ ഉള്ള വീടും അമ്മയും ഒക്കെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ അയാൾ തീരുമാനിക്കുന്നു, നല്ലൊരു ലൈഫ് ജീവിക്കാനായിട്ട്, ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഫീലിംഗ് എ ഹാൻഡ് ഓൺ ഹിസ് ആം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാളുടെ കയ്യിൽ ആരോ വന്ന് പിടിക്കുന്നു. സോപ്പി ടേൺഡ് അറൗണ്ട് ടു സീ ദ ബ്രോഡ് ഫേസ് ഓഫ് എ കോപ്പ്. സോപ്പി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ്റെ വലിയൊരു മുഖമാണ് കണ്ടത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്കിത് വായിക്കാം. അപ്പോൾ ദെൻ ഹി കെയിം ടു അനദർ കോപ്പ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബിഗ് തിയേറ്റർ. വലിയൊരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്തോട്ടെത്തി. ഹി തോട്ട് ഓഫ് സംതിങ് എൽസ് ടു ട്രൈ. അപ്പോൾ സോപ്പി വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഹി ബിഗാൻ ടു ഷൗട്ട് ആസ് ഇഫ് ഹി ഹാഡ് ടു മച്ച് ടു ഡ്രിങ്ക്. അപ്പോൾ സോപ്പി നിലവിളിക്കാൻ തുടങ്ങി. ഒരുപാട് കുടിച്ച്, അതായത് മദ്യം കഴിച്ച് നിലവിളിക്കുന്നത് പോലെ അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. ഹിസ് വോയിസ് വാസ് ലൗഡ് ആസ് ഹീ കുഡ് മേക്ക് ഇറ്റ്. എത്ര സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഡാൻസ്ഡ് ആൻഡ് ഹി ക്രൈഡ് ഔട്ട്. ഡാൻസ് കളിക്കുന്നു, നിലവിളിക്കുന്നു. ആൻഡ് ദ കോപ്പ് ടേൺഡ് ഹിസ് ബാക്ക് ടു സോപ്പി. സോപ്പി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പ് നോക്കിക്കൊണ്ട് നിന്ന ആ പോലീസുകാരൻ തിരിഞ്ഞു നിന്നു. ഹി സെഡ് ടു എ മാൻ സ്റ്റാൻഡിങ് നിയർ ഹിം. എന്നിട്ട് ആ പോലീസുകാരൻ അടുത്തുള്ള ഒരാളോട് പറഞ്ഞു, ഇറ്റ്സ് വൺ ഓഫ് ദോസ് കോളേജ് ബോയ്സ്. ആ കോളേജിലെ ആൺകുട്ടികളിൽ ഒരാളാണ് ഈ ആളും. ഹി വോണ്ട് ബി ഹേർട്ടിങ്. അയാൾ ആരെയും ഹി വോണ്ട് ഹേർട്ട് എനിത്തിങ്. ഒന്നും നശിപ്പിക്കാനോ ആരെയും ഹേർട്ട് ചെയ്യാനോ പോകുന്നില്ല. വി ഹാവ് ഓർഡേഴ്സ് ടു ലെറ്റ് ദം ഷൗട്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഓർഡർ എന്താ കിട്ടിയിരിക്കുന്നത്, അവരെന്താ ചെയ്യുക വെച്ചാൽ ചെയ്തോട്ടെ, ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്തോട്ടെ, ആ കോളേജ് ബോയ്സാണ്, അവർ ചെയ്തോട്ടെ എന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു. സോപ്പി വാസ് ക്വൈറ്റ്. എന്നിട്ട് സോപ്പി പിന്നെ മിണ്ടാതായി, ഒന്നും മിണ്ടിയില്ല. വാസ് നോ കോപ്പ് ഗോയിങ് ടു ടച്ച് ഹിം. അപ്പോൾ ഒരു പോലീസുകാരനും അയാളെ പിടിക്കില്ലേ. ഹി ബിഗാൻ ടു തിങ്ക് ഓഫ് ദ ഐലൻഡ് ആസ് ഇഫ് ഇറ്റ് വേർ ആസ് ഫാർ ആസ് എ സ്റ്റാർ. അപ്പോൾ സോപ്പിക്ക് തോന്നി ആ ഐലൻഡ് എന്ന് പറയുന്നത്, ഐലൻഡിലാണ് ആ പ്രിസൺ ഉള്ളത്, ആ പ്രിസണും ആ ഐലൻഡും ഒരു സ്റ്റാർ, ആകാശത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രം പോലെ അത്രയും അകലെയായിട്ട് തോന്നി. ഹി പുൾഡ് ഹിസ് തിൻ കോട്ട് അറൗണ്ട് ഹിം. അയാളുടെ അതായത് വണ്ണമില്ലാത്ത ആ കോട്ട് വലിച്ച് മേത്ത് ഇട്ടിട്ട്
ഇട്ടു. എന്താ വെച്ചാൽ തണുക്കുന്നുണ്ടായിരുന്നു. ദ വിൻഡ് വാസ് വെരി കോൾഡ്. കാറ്റ് വളരെ തണുപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് ആ കോട്ടിന്, അയാളുടെ കയ്യിലുള്ള കോട്ടും അത്ര കട്ടിയുള്ളതല്ല, അധികം കട്ടിയില്ലാത്ത മെലിഞ്ഞ കോട്ടായിരുന്നു, ഇല്ലാത്ത കോട്ടായിരുന്നു. അതിനെ സ്വന്തം ദേഹത്തിട്ടിട്ട് ആ തണുപ്പ് മാറ്റാനായിട്ട് അങ്ങനെ സോപ്പി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദെൻ ഹി സോ എ മാൻ ഓൺ എ ഷോപ്പ് ബൈയിങ് ന്യൂസ് പേപ്പർ. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഈ സോപ്പി എന്ത് കണ്ടു? ഒരു മനുഷ്യൻ ഒരു കടയിൽ നിന്ന് ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്നു. ദ മാൻസ് അംബ്രല്ല സ്റ്റുഡ് ബിസൈഡ് ദ ഡോറിൻ്റെ വെളിയിൽ അയാളുടെ അംബ്രല്ല വെച്ചിട്ടുണ്ട്, കുട വെച്ചിട്ടുന്നുണ്ട്. സോപ്പി സ്റ്റെപ്ഡ് ഇൻസൈഡ് ദ ഷോപ്പിൽ പോയി, ടുക്ക് ദ അംബ്രല്ല എടുത്തു, ആൻഡ് വാക്ക്ഡ് സ്ലോലി അവേ. എന്നിട്ട് മെല്ലെ എടുത്തിട്ട് നടന്നു. ദ മാൻ ഫോളോഡ് ഹിം ക്വിക്ക്ലി. ആ മനുഷ്യൻ ഈ സോപ്പിയെ ഫോളോ ചെയ്തു, പുറകിൽ വന്നു. മൈ അംബ്രല്ല ഹി സെഡ്. അയാൾ പറഞ്ഞു, എൻ്റെ അംബ്രല്ല, എൻ്റെ കുടയാണ്. ഓ ഈസ് ഇറ്റ് സെഡ് സോപ്പി. സോപ്പി പറഞ്ഞു, അതാണ്, ഓ ശരിയാണോ? ഓ വൈ ഡോണ്ട് യു കോൾ എറ്റ് കോപ്പ്? എന്തുകൊണ്ട് ഒരു പോലീസുകാരനെ വിളിക്കുന്നില്ല? ഒരു പോലീസുകാരനെ വിളിക്കുക. ഐ ടുക്ക് ഇറ്റ്, ഞാൻ എടുത്തതാണ്. യുവർ അംബ്രല്ല വൈ ഡോണ്ട് യു കോൾ എ കോപ്പ്? നിൻ്റെ അംബ്രല്ല, നിൻ്റെ കുട ഞാൻ എടുത്തു, നീ എന്തുകൊണ്ട് ഒരു പോലീസുകാരനെ വിളിക്കുന്നില്ല? പോലീസുകാരനെ വിളിക്കുക. ദർ ഈസ് വൺ സ്റ്റാൻഡിങ് അറ്റ് ദ കോർണർ. ആ കോർണറിൽ തന്നെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അയാളോട് പറയൂ, അയാളെ വിളിക്കൂ. ദ മാൻ വാക്ക്ഡ് മോർ സ്ലോലി. സോപ്പി ഡിഡ് ദ സെയിം. അയാളും മെല്ലെ നടന്നു, സോപ്പിയും മെല്ലെ മെല്ലെയായി നടക്കൽ. ബട്ട് ഹി ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഫെയിൽ അഗെയിൻ. സോപ്പിക്ക് തോന്നി, ഇപ്രാവശ്യവും ഞാൻ എൻ്റെ അറ്റംപ്റ്റിൽ ഫെയിലാവാൻ പോവാണ്. ഒരു പോലീസുകാരൻ വരാൻ പോകുന്നില്ല, എന്നെ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. അറസ്റ്റ് ചെയ്യാതെ ഇരുന്നാൽ എനിക്ക് ആ ഐലൻഡിലെ ആ പ്രിസണിലെത്താനും പറ്റില്ല. ദ കോപ്പ് ലുക്ക്ഡ് അറ്റ് ദ ടു മെൻ. അവിടെ നിന്ന് ആ പോലീസുകാരൻ ഇവർ രണ്ടുപേരും നോക്കി. ഐ സെഡ് അംബ്രല്ല മാൻ. ആരെയാണോ കുട, അയാൾ പറഞ്ഞു, ദാറ്റ് ഈസ് യു നോ ഹൗ ദീസ് തിങ്സ് ഹാപ്പൻ. ഇഫ് ഇറ്റ്സ് യുവർ അംബ്രല്ല ഐ എം വെരി സോറി. ഓ ഇത് നിൻ്റെ അംബ്രല്ല ആയിരുന്നോ? അപ്പോൾ ആ അംബ്രല്ല ആരുടെ ആയിരുന്നോ? അയാൾ പറയണം, നിൻ്റെ അംബ്രല്ല ആയിരുന്നോ? എന്നാൽ ഞാൻ സോറി. ഐ ഫൗണ്ട് ഇറ്റ് ദിസ് മോർണിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. എനിക്ക് ഈ അംബ്രല്ല കിട്ടിയത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. ഇന്ന് രാവിലെ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു എനിക്കിത് കിട്ടിയത്. ഇഫ് യു സേ ഇറ്റ്സ് യുവേഴ്സ് ഐ ഹോപ്പ് യു ഷാൽ. അപ്പോൾ ഇഫ് യു സേ ഇറ്റ്സ് യുവേഴ്സ്, ഇത് നിൻ്റെ ആണെങ്കിൽ നീ വെച്ചോളൂ. അപ്പോൾ സോപ്പിയോട് തന്നെ പറയണത്, നിൻ്റെ ആണെങ്കിൽ നീ വെച്ചോളൂ, എനിക്ക് വയ്ക്കാം. ഇന്ന് രാവിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇത് കിട്ടിയത്. നിൻ്റെ ആണെങ്കിൽ നീ വെച്ചോളൂ, ഐ എം സോറി എന്ന് പറയുന്നു അയാൾ. ഇറ്റ്സ് മൈൻ. എന്നിട്ട് സോപ്പി പറയുന്നത് എൻ്റെയാണ്. എന്നിട്ട് ഉറക്കെ പറയുകയാണ്, വിത്ത് ആങ്കർ ഇൻ ഈസ് വോയിസ്. ചൂടായിക്കൊണ്ട് സോപ്പി പറയുന്നത് എൻ്റെ കൂടെയാണ്. അംബ്രല്ല മാൻസ് ഹറീഡ് അവേ. അംബ്രല്ല മാൻ എന്ത് ചെയ്തു? അയാൾ അവിടുന്ന് പോയി. ദ കോപ്പ് ഹെൽപ്ഡ് എ ലേഡി അക്രോസ് ദ സ്ട്രീറ്റ്. സോപ്പി വാക്ക്ഡ് ഈസ്റ്റ്. ഒരു പോലീസുകാരൻ ഒരു ലേഡിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സോപ്പി വാക്ക്ഡ് ഈസ്റ്റ്. കിഴക്കോട്ട് നടന്നുപോയി സോപ്പി. ഹി ത്രൂ ദ അംബ്രല്ല ആസ് ഫാർ ആസ് ഹി കുഡ് ത്രോ ഇറ്റ്. എന്നിട്ട് സോപ്പി എന്ത് ചെയ്തു? ആ കുടയെടുത്തിട്ട് വലിച്ചെറിഞ്ഞു. എത്ര ദൂരത്തോട് എറിയാൻ പറ്റുമോ അത്രയും ദൂരത്തോട്ട് വലിച്ചെറിഞ്ഞു. ഹി ടോക്ക് ടു ഹിംസെൽഫ് അബൌട്ട് കോപ്സ് ആൻഡ് വാട്ട് ഹി തോട്ട് ഓഫ് ദെം. അയാളോട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സ്വയം സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഈ പോലീസുകാരെ കുറിച്ച് വിചാരിച്ചതും എന്നൊക്കെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഹി വിഷ് ടു ബി അറസ്റ്റഡ്. അപ്പോൾ സോപ്പിക്ക് എന്തായിരുന്നു വേണ്ടത്? പോലീസുകാരൻ അവനെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ ആരും അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ദേ സീം ടു ബിലീവ് ഹി വാസ് ലൈക്ക് എ കിങ് ഹൂ കുഡ് ഡു നോ റോങ്. അപ്പോൾ എല്ലാ പോലീസുകാരും ഈ സോപ്പിയെ എന്തായിട്ട് കാണുന്നു? ഒരു രാജാവിനെ പോലെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു രാജാവിനെ പോലെ കാണുന്നു. ആരും ഈ സോപ്പിയെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. അറ്റ് ലാസ്റ്റ് സോപ്പി കെയിം ടു വൺ ഓഫ് ദ ക്വൈറ്റ് സ്ട്രീറ്റ്സ് ഓൺ ദ സൈഡ് ഓഫ് ദി സിറ്റി. ഒരു വളരെ സമാധാനപരമായ ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലെത്തി. ഹി ടേൺഡ് ഹിയർ ആൻഡ്
he turned here and began to walk south towards a Madison Square. അവിടെ നിന്നിട്ട് തിരിഞ്ഞ് മാഡിസൺ സ്ക്വയറിലോട്ട് ഉള്ള വഴിയിലോട്ട് നടക്കാൻ തുടങ്ങി. ഹി വാസ് ഗോയിങ് ഹോം. അയാളുടെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഓൾദോ ഹോം വാസ് ഓൺലി എ സീറ്റ് ഇൻ എ പാർക്ക്. ആ മാഡിസൺ സ്ക്വയറിലെ പാർക്കിൽ ഒരു സീറ്റായിരുന്നു അയാളുടെ ഹോം. അവിടെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് അവിടെ നിന്ന് തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബട്ട് അറ്റ് എ വെരി ക്വയറ്റ് കോർണർ, ആ കോർണറിൽ സോപ്പി സ്റ്റോപ്ഡ്. അവിടെ നിന്നു. ഹിയർ വാസ് ഹിസ് ഓൾഡ് ചൈൽഡ്ഹുഡ് ഹോം. അവിടെയായിരുന്നു സോപ്പിയുടെ ചെറുപ്പകാലത്തെ താമസിച്ച വീട്. ത്രൂ വൺ വിൻഡോ ഹി കുഡ് സീ എ സോഫ്റ്റ് ലൈറ്റ് ഷൈനിങ്. ഒരു വിൻഡോയിലൂടെ ഒരു ചെറിയ സോഫ്റ്റ് ലൈറ്റ് കത്തുന്നത് സോപ്പി കണ്ടു. ദാറ്റ് ഹാഡ് ബീൻ ഹിസ് ലിവിങ് റൂം. അതായിരുന്നു ഈ സോപ്പിയുടെ ചെറുപ്പകാലത്തുള്ള വീട്ടിൻ്റെ ലിവിങ് റൂമായിരുന്നു അത്. വെയർ ഹി സ്പെൻഡ് മെനി ഹാപ്പി പീസ്ഫുൾ മൊമെൻറ്റ്സ്. വളരെ സന്തോഷമുള്ള സംഭവങ്ങൾ ഒക്കെ ആ ലിവിങ് റൂമിൽ നടന്നത്. അതെല്ലാം സോപ്പി ഓർക്കുന്നുണ്ടായിരുന്നു. സ്വീറ്റ് മ്യൂസിക് കെയിം സോപ്പീസ് ഇയേഴ്സ് ആൻഡ് സീം ടു ഹോൾഡ് ഹിം ദെയർ. ഒരു വളരെ മധുരമുള്ള ഒരു മ്യൂസിക് സോപ്പിയുടെ ചെവിയിലോട്ട് വരുന്നുണ്ടായിരുന്നു, അത് കേൾക്കുന്നുണ്ടായിരുന്നു സോപ്പി. സീം ടു ഹോൾഡ് ഹിം ദെയർ. ആ മ്യൂസിക് കേട്ട് അവിടെ സോപ്പി കുറച്ച് നേരം അങ്ങനെ നിന്നു. ദ മൂൺ വാസ് എബോവ്. മുകളിൽ ചന്ദ്രൻ ഉണ്ടായിരുന്നു. പീസ്ഫുൾ ആൻഡ് ബ്രൈറ്റ്. വളരെ ശാന്തനും ബ്രൈറ്റും ആയിട്ടൊരു ചന്ദ്രൻ മുകളിലുണ്ടായിരുന്നു. ദെയർ വർ ഫ്യൂ പീപ്പിൾ പാസിങ്. കുറച്ച് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഹീ കുഡ് ഹിയർ ബേർഡ്സ് ഹൈ അബവ് ഹിം. ഈ പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കാമായിരുന്നു മുകളിൽ. ആൻഡ് ദ മ്യൂസിക് ദാറ്റ് കെയിം ഫ്രം ദ റൂം ഹെൽഡ് സോപ്പി ദെയർ. ആ റൂമിൽ നിന്ന് വന്ന മ്യൂസിക് സോപ്പിയെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. ഫോർ ഹി ഹാഡ് നോൺ ഇറ്റ് വെൽ ലോങ് എഗോ. ആ മ്യൂസിക് കുറിച്ച് ആ മ്യൂസിക് ഒരുപാട് കാലം മുമ്പ് ചെറുപ്പകാലത്തിൽ കേട്ടിട്ടുള്ളതായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ഹിസ് ലൈഫ് കണ്ടെയ്ൻഡ് സച്ച് തിങ്സ് ആസ് മദേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഹൈ ഹോപ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ക്ലീൻ തോട്ട്സ് ആൻഡ് ക്ലീൻ ക്ലോത്ത്സ്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അതിൽ അമ്മമാർ, അതുപോലെ തന്നെ പൂക്കൾ, ഹൈ ഹോപ്സ്, ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഫ്രണ്ട്സ്, ക്ലീൻ തോട്ട്സ്, വളരെ നല്ല ചിന്തകൾ, ക്ലീൻ ക്ലോത്ത്സ്, വളരെ നല്ല ഡ്രസ്സ്, ഇതെല്ലാം ഉണ്ടായിരുന്നു ആ സമയം. അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്നുപോയി. ഒപ്പം തന്നെ മ്യൂസിക്കും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് അങ്ങനെ സോപ്പി അവിടെ നിൽക്കുകയാണ്. ദർ വാസ് എ സഡൻ ആൻഡ് വണ്ടർഫുൾ ചേഞ്ച് ഇൻ ഹിസ് സോൾ. അയാളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു നല്ലൊരു ചേഞ്ച് വന്നു. ഹി സോ വിത്ത് സിക്ക് ഫിയർ ഹൗ ഹി ഹാഡ് ഫോളൻ. അയാൾക്ക് തോന്നി എത്ര നല്ല ജീവിതമായിരുന്നു എൻ്റെ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലോട്ട് വീണത്, ഇങ്ങനെ ഒരു ചെളിക്കുണ്ടിലോട്ട് വീണത്. ഹി സോ ഹിസ് വർത്ത്ലെസ് ഡേയ്സ്, ഹിസ് റോങ് ഡിസയേഴ്സ്, ഹിസ് ഡെഡ് ഹോപ്സ് ആൻഡ് ലോസ്റ്റ് പവർ ഓഫ് ഹിസ് മൈൻഡ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, അയാൾ കണ്ടു അയാളുടെ ഒരു വിലയില്ലാത്ത ഈ ഇപ്പോഴുള്ള ജീവിതങ്ങൾ, ഇപ്പോഴുള്ള ദിവസങ്ങൾ, ഹിസ് റോങ് ഡിസയർ, തെറ്റായ ആഗ്രഹങ്ങൾ, ഡെഡ് ഹോപ്സ്, അയാൾക്കിപ്പോൾ ഒരു ചിന്തയിൽ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല, പ്രതീക്ഷകളൊന്നുമില്ല. ലോസ്റ്റ് പവർ ഓഫ് ഹിസ് മൈൻഡ്, അയാളുടെ മനസ്സിൻ്റെ പവറെല്ലാം നഷ്ടപ്പെട്ടു, ചിന്തകളെല്ലാം നഷ്ടപ്പെട്ടു. അതെല്ലാം അയാൾക്ക് ഇങ്ങനെ മനസ്സിലോട്ട് വന്നു. ആൻഡ് ഓൾസോ ഇൻ എ മൊമെൻറ്റ് ഹിസ് ഹാർട്ട് ആൻസേർഡ് ഹിസ് ചേഞ്ച് ഇൻ ഹിസ് സോൾ. അയാളുടെ മനസ്സിൽ ഒരു ചേഞ്ച് വരണം എന്ന് തോന്നി. ഹി വുഡ് ഫൈറ്റ് ടു ചേഞ്ച് ഹിസ് ലൈഫ്. അയാൾക്ക് തോന്നി, എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് മാറ്റണം, അതിനുവേണ്ടി എനിക്ക് പ്രയത്നിക്കണം, അതിനുവേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യണം. ഹി വുഡ് പുൾ ഹിംസെൽഫ് അപ്പ്. ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഔട്ട് ഓഫ് ദ മഡ്. ഈ ചെളിയിൽ നിന്ന് ഞാൻ അവനെ തന്നെ ഉയർത്തും എന്ന് തോന്നി, എന്നുള്ള വിചാരം വന്നു. ഹി വുഡ് മേക്ക് എ മാൻ ഓഫ് ഹിംസെൽഫ് അഗെയിൻ. സോപ്പിക്ക് തോന്നി, ഞാൻ ഇനിയും ഈ ചെളിയിൽ നിന്നെല്ലാം മാറി, ഈ ഇതിൽ നിന്നെല്ലാം മാറി നല്ലൊരു ജീവിതം ഞാൻ ഉണ്ടാക്കും. There was time.
സമയമുണ്ടായിരുന്നു. ഹി വാസ് യങ് ഇനഫ്, വളരെ ചെറുപ്പമായിരുന്നു. ഹി വുഡ് ഫൈൻഡ് ഹിസ് ഓൾഡ് പർപ്പസ് ഇൻ ലൈഫ് ആൻഡ് ഫോളോ ഇറ്റ്. ആ പഴയ ജീവിതത്തിൻ്റെ പർപ്പസ് അത് കണ്ടെത്തും, അതിനെ ഫോളോ ചെയ്യും, നല്ലൊരു മനുഷ്യനാവും എന്നൊക്കെ സോപ്പി തീരുമാനിച്ചു. ദ സ്വീറ്റ് മ്യൂസിക് ഹാഡ് ചേഞ്ച്ഡ് ഹിം. ആ സ്വീറ്റ് മ്യൂസിക് ആയിരുന്നു ഇയാളെ ചേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് കോപ്പ് ആൻഡ് ആന്തം എന്ന് പറയുന്നത്. ആന്തം, ആ സ്വീറ്റ് മ്യൂസിക്, അത് ഈ സോപ്പിയുടെ മനസ്സിൽ വളരെ അധികം ചേഞ്ചസ് വരുത്തി. ടുമോറോ ഹി വുഡ് ഫൈൻഡ് എ വർക്ക്. അപ്പോൾ സോപ്പി വിചാരിച്ചു, നാളെ ഞാനൊരു ജോലി കണ്ടുപിടിക്കും. എ മാൻ ഹാഡ് വൺസ് ഓഫേർഡ് ഹിം എ ജോബ്. ഒരു മനുഷ്യൻ ഇയാൾക്ക്, ഈ സോപ്പിക്ക് പണ്ട് ഇപ്പോഴോ ജോബ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വുഡ് ഫൈൻഡ് ദാറ്റ് മാൻ ടുമോറോ. ആ മനുഷ്യനെ ഞാൻ, അല്ലെങ്കിൽ സോപ്പി നാളെ കണ്ടെത്തും. ഹി വുഡ് ബി സംബഡി ഇൻ ദ വേൾഡ്. ലോകത്തിൽ ആരെങ്കിലും ഒക്കെ ഞാൻ ആയിത്തീരും എന്ന് സോപ്പി വിചാരിക്കുകയാണ്. ഹി വുഡ്, ശരിക്കും അയാൾ ആയിത്തീരും. സോപ്പി ഫെൽറ്റ് എ ഹാൻഡ് ഓൺ ഹിസ് ആം. അപ്പോൾ അപ്പോഴാണ് സോപ്പിക്ക് അയാളുടെ കയ്യിൽ വേറെ ആരോ വന്ന് പിടിക്കുന്നു. ഹി ലുക്ക്ഡ് ക്വിക്ലി അറൗണ്ട് ഇൻ ടു എ ബ്രോഡ് ഫേസ് ഓഫ് എ കോപ്പ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ്റെ മുഖമാണ് കണ്ടത് സോപ്പി. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ഹാങ്ങിങ് അറൗണ്ട് ഹിയർ ആസ്ക്ഡ് ദ കോപ്പ്. അപ്പോൾ ആ പോലീസുകാരൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് ഹാങ്ങിങ് അറൗണ്ട് ഹിയർ. ഹാങ്ങിങ് അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റി തിരിഞ്ഞ് നീ എന്താ ചെയ്യുന്നത്? നത്തിങ് സെഡ് സോപ്പി. സോപ്പി പറഞ്ഞു, ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. യു തിങ്ക് ഐ ബിലീവ് ദാറ്റ് സെഡ് ദ കോപ്പ്. അപ്പോൾ ആ പോലീസുകാരൻ ചോദിച്ചു, എനിക്ക് തോന്നുന്നുണ്ടോ ഞാനത് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുമെന്ന്? പുൾഡ് ഓഫ് ഹിസ് ന്യൂ സ്ട്രെങ്ത് സോപ്പി ബിഗാൻ ടു ആർഗ്യൂ. അപ്പോൾ ഒരു ചേഞ്ച് വരണം, നാളെ തൊട്ട് ജോലി ചെയ്യണം, ഒരു നല്ലൊരു മനുഷ്യനാവണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ന്യൂ സ്ട്രെങ്ത് കിട്ടിയിരിക്കുന്ന ആ സമയം സോപ്പി ബിഗാൻ ടു ആർഗ്യൂ. സോപ്പി ആ പോലീസുകാരനോട് തട്ടിക്കയറാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് നോട്ട് വൈസ് ടു ആർഗ്യൂ വിത്ത് എ ന്യൂയോർക്ക് കോപ്പ്. അപ്പോൾ ആ ന്യൂയോർക്കിലെ പോലീസുകാരനോട് തട്ടിക്കയറുക അല്ലെങ്കിൽ അയാളോട് ആർഗ്യൂ ചെയ്യുക, അത് നല്ല കാര്യമായിരുന്നില്ല. കം അലോങ് സെഡ് ദ കോപ്പ്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, വാ, നീ വാ. എന്നിട്ട് പറഞ്ഞ് അയാൾ ഈ സോപ്പിയെ പിടിച്ചുകൊണ്ട് പോയി. 3 months prison on Blackwell's Island സെഡ് ദ ജഡ്ജ് ടു സോപ്പി നെക്സ്റ്റ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗിൽ അയാൾ ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയി സോപ്പിയെ. അപ്പോൾ അവിടെ ജഡ്ജ് എന്താ പറഞ്ഞത്, എന്ത് വിധിയാണ് പുറപ്പെടുവിച്ചത്? 3 months prison in Blackwell's Island. ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസണിൽ 3 മാസത്തെ ജയിൽവാസം വിധിച്ചു. അങ്ങനെ സോപ്പി നെക്സ്റ്റ് മോർണിംഗിൽ സോപ്പിക്ക് ഇതാ കിട്ടിയത്. അപ്പോൾ ഓ ഹെൻറി, അവിടെ അവസാനിക്കുന്ന കഥ ഓ ഹെൻറിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ പോലീസ് പിടിക്കണമെന്ന് വിചാരിച്ചോ അപ്പോൾ പിടിച്ചില്ല, പക്ഷേ പിടിക്കണ്ട എന്ന് വിചാരിച്ചപ്പോൾ പോലീസ് പിടിച്ചു. അതായിരുന്നു കഥ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ്